എന്താണ് നിനക്ക് പറ്റിയത്? നീ ഇപ്പം വായനശാലക്കൊന്നും വരുത്തില്ലല്ലോ, ഭയങ്കര ടെൻഷനായിട്ട് ഇരിക്കുന്നത്. എന്താണ് നിന്റെ സംഭവം? ഇപ്പം നിന്റെ വായനശാലക്കും കാണുന്നില്ല, നീ ഏത് സമയം വീട്ടിൽ തന്നെ ഇരിപ്പാന്ന് നിന്റെ അമ്മ പറഞ്ഞത്. എന്നാ നിന്റെ പ്രശ്നം എന്താന്ന് പറ. അല്ല, നമുക്കും അറിയാവുന്ന കേസ് കേട്ടല്ലേ, നീ ഇപ്പൊ അങ്ങോട്ടൊന്നും വരുന്നൊന്നുമില്ലല്ലോ. പ്രശ്നമൊന്നുമില്ലപ്പോ. പിന്നെ നോക്കറ, പിന്നെന്താ നിനക്ക് വായനശാലക്ക് വരുന്നത് നമ്മളായിട്ടൊന്നും കമ്പനിയൊന്നും കൂടാത്ത? അല്ല, നിന്റെ ചങ്ങായിമാർ ബിജുവും പിന്നെ ഷിബുവും ഒന്നും നിന്നോടിപ്പം കോണ്ടാക്ട് ഇല്ലേ? ചങ്ങായിമാരായിട്ട് വലിയ കണക്ഷനൊന്നുമില്ല. അതെന്നാ എന്നാ പറ്റിയ സംഭവം എന്താന്ന് പറ. എന്താന്ന് വെച്ചാൽ അത്രയാണ്, അവരുടെ കാര്യമൊന്നും പറയത്തില്ല. എന്നാ അല്ല, എല്ലാ കാര്യത്തിലും നിന്റെ എല്ലാ കാര്യത്തിലും അവർ വീണ് മരിക്കുന്നതാണല്ലോ, ഇടപെടുന്ന ആൾക്കാരാണല്ലോ. എന്തോന്ന് ആന്നൊരു ഒറ്റപ്പെടുന്ന സ്വഭാവം, ഒരു ഒരു അവഗണന മൊത്തത്തിൽ. അല്ല, നിന്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും അവര് ഇടപെടുന്ന ആൾക്കാരാണല്ലോ. അത് നിങ്ങൾ തോന്നലാണ്, നിങ്ങൾക്ക് തിരിയാത്തത്. ഇപ്പൊ കുറച്ചായിട്ട് എന്തോ ഒരു മൊത്തത്തിലൊരു അവഗണനയാണ്. എന്താ നീ പറയുന്നത്? എന്താ അവഗണിയാണ് പറയുന്നത്? പിന്നെ നിങ്ങൾക്ക് അറിയാം, കുറെ കാലമായിട്ട് കുറച്ചൊരു ഒറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവമാണ്. അങ്ങനെയെല്ലാം വരുമോ? എന്നല്ല എന്റെ ചങ്ങായി മാറുന്നതാ. ഭാഗ്യം ചെയ്യണം. അനക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ അവര് കേറി ഇടപെടും. എന്നിട്ട് ആ നിസ്സാര പ്രശ്നം പറഞ്ഞാ തീരാത്ത പ്രശ്നമാക്കിയിട്ട് എന്റെ അച്ഛനെ കൊണ്ട് അമ്മേനെ കൊണ്ടും ഭാര്യനെ കൊണ്ടും വെറുപ്പിച്ച്, എന്നിട്ട് വീട്ടുകാരെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടും വെറുപ്പിച്ചിട്ട് നിസ്സാര പ്രശ്നം പറഞ്ഞാ തീരാത്ത പ്രശ്നമാക്കിയിട്ട് പോലീസ് കേസാക്കിയിട്ട് എന്നെ വീട്ടിലും നാട്ടിലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ട് ഇതുങ്ങൾ എന്നെ പണ്ടാ നടക്കും.